നമ്മളെല്ലാവരും പപ്പട ചമ്മന്തി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ പപ്പടം തന്നെ ചുട്ടെടുത്തിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പപ്പടമൊക്കെ കനലിൽ ചുട്ടെടുത്ത് ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റെങ്കിലും നമുക്ക് സമയം എളുപ്പവും പണി എളുപ്പവും നോക്കിയിട്ട് ഇവിടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലെ പപ്പടം കുറച്ച് അങ്ങ് ചുട്ടെടുക്കാം. പപ്പടം ചുട്ടെടുക്കുമ്പോഴേ അത് കരിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അങ്ങനെ നമ്മളെല്ലാ പപ്പടവും ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഒരു 10-15 അല്ലി ചുവന്നുള്ളി, പിന്നെ വറ്റൽമുളക് എരിവിനാവശ്യത്തിന്, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം വാളൻപുളി. അപ്പോൾ അതിൽ വാളൻപുളി ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവണ വരെ മൂപ്പിച്ചെടുക്കണം. ഉള്ളിയൊക്കെ കുറച്ച് ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച വാളൻപുളിയുടെ കഷ്ണം കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കാം. അത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കൈ കൊണ്ടോ ടീസ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാവും. നന്നായി പേസ്റ്റ് പോലെ അരയരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി, ഒന്ന് ക്രഷ് ചെയ്യാം. ഈ ക്രഷ് ചെയ്തതൊക്കെ കൂടെ നമ്മളൊരു പാത്രത്തിലേക്കിട്ട് നമ്മൾ നേരത്തെ ചുട്ടുവെച്ച പപ്പടം ഉണ്ടല്ലോ അതും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്ത് നമുക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.